രാവിലെ തുടങ്ങി അവള് എന്ത് ചെയ്യാനാണ്? എന്തു ഇത് രാവിലെ? എന്തു കാണിക്കുന്നത്? മനഞ്ഞു വന്നേ, വെള്ളം എടുത്ത് അടപ്പെട്ടെന്ന് വെച്ചതാ. ആ വരൂ അമ്മേ. അവളിനി പൂജയൊക്കെ കഴിഞ്ഞ് വരാനേ കുറെ പിടിക്കും. ഈ വയസ്സാം കാലത്ത് എനിക്ക് വന്ന ജോലിയല്ലേ. എന്തുപടി? തൊട്ട് വീഴ്, ദോഷങ്ങളൊക്കെ നീങ്ങട്ടെ. മേ തൊട്ട് വീഴ്. ഓക്കെ ഓക്കെ, പോയി ജോലി ചെയ്തു. എൻ്റെ പൊന്നച്ചു, നിനക്ക് ഒരു ജോലി ഇല്ലയോടി? എൻ്റെ പ്രാർത്ഥിച്ചോ. രാവിലെ തൊട്ട് നേരം വെളുക്കുന്നിടം തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന പ്രാർത്ഥന. 10 മണി വരെ എന്തെന്ന് പറഞ്ഞാൽ ഇത് ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് പിന്നെ 12 മണി മുതൽ വീണ്ടും തുടങ്ങണം. മുള്ളുവാളയടി മറക്കാം നമുക്ക്. മീനോ? ചീനിമേറ്റി മീനും മറക്കാം. അയ്യോ വേണ്ട വേണ്ട, മീനൊന്നും വേണ്ട. നമുക്ക് 3 പേർക്കുമേ ഇന്ന് വ്രതം. ഇവിടെ ഇന്ന് നാളെയും വ്രതം. ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം, 2 ദിവസം കഴിഞ്ഞിട്ട് വെക്കാം. എനിക്കങ്ങ് മൃഗമൊന്നുമില്ല, നീ തന്നെ അങ്ങ് എടുത്തോ. നമ്മളിങ്ങനെയൊക്കെ പറയാം, അമ്മ ചേനിയും വേവിച്ച് മീൻകറിയും വെക്കും, നമുക്കത് കഴിക്കാം. ആ ഇതാ ഒരു ദോഷം മാറാത്തത്. ഓ പിന്നെ ഇതിൽ കൂടുതൽ ദോഷം എന്തുവാ? ആ മോനെ അവൾക്ക് എന്തോ പ്രശ്നമുണ്ടതാ. എനിക്കും തോന്നിയമ്മേ. അവളെ വല്ല ആശുപത്രി കൊണ്ടുപോകണം. വരൂ, ആശുപത്രി പോകാനൊക്കെ വിളിച്ച എന്തോന്നും പറഞ്ഞ് കൊണ്ടുപോകും. അവളെന്തൊക്കെയായി കാണിക്കുന്നത്? നേരം വിളക്കുമ്പോൾ പൂജയാണെന്നും പറഞ്ഞ് കയറിയിരിക്കും. ഭക്തി മൂത്ത് വട്ടായി പോയാന്ന് തോന്നുന്നു. ഹലോ, മുമ്പേ നീ വിളിച്ചപ്പോഴേ അമ്മയും മോനോട് ഇരിപ്പുണ്ടായിരുന്നു, അതാ ഞാൻ എടുക്കാൻ കട്ട് ചെയ്ത് വിട്ട്. പിന്നെ ഞാനിപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇതല്ലേ പരിപാടി. ഏറ്റ് നമ്മുടെ പരിപാടിയല്ല ഏറ്റ്. അതുണ്ടോ അവിടെ പറയുന്നത്, സംസാരിക്കുന്നത് കേട്ടോ. രാവിലെ ഇരിക്കും. 10 മണി വരെ അങ്ങനെയൊക്കെ പിടിച്ച് വയ്ക്കും. അത് കഴിഞ്ഞ് പോയി എന്തെങ്കിലും കഴിക്കും. പിന്നെ 10-11 ആകുമ്പോൾ വീണ്ടും തുടങ്ങും. ഉച്ചവരെ, ഉച്ചക്കത്തെ ജോലിയുടെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പിറ്റേ ദിവസമേ ഉള്ളൂ. കുഴപ്പമില്ല. ഇപ്പം വീട്ടിലെ എല്ലാം രണ്ടുപേരോട് ചെയ്തോളും. ഭക്തിയല്ലേ, അതുകൊണ്ട് പഴക്കം പറയാൻ പേടിയാ. നോക്കാം. വരുന്നുണ്ട്. മനസ്സിലായിട്ടൊന്നുമില്ല. ഞാൻ വെക്കുമോ? ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ശരിയടി, ഓക്കെ. ഇതായിരുന്നു അവിടെ പരിപാടി. ശരിയാക്കി തരാം, ഞാൻ പറഞ്ഞുതരാം. വാ. മോളെ വിളക്കണഞ്ഞടി, ഞാൻ കത്തിക്കട്ടെ. ഇപ്പം വേണ്ടമ്മേ, ഇനി ഉച്ചയായില്ലേ, ഇനിയിപ്പോൾ കുറച്ച് കഴിയട്ടെ. ഞാനുവേ വിളക്കത്തിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. രാമ 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 രാമ.
അമ്മ പ്രാർത്ഥന തുടങ്ങിയ നിങ്ങൾ രണ്ടുപേരും ഇത് എന്തോ എടുക്കുക? ലേച്ചു നീ പോയി വല്ലതും ഉണ്ടാക്ക്, ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ, ഞങ്ങൾക്കും കുറച്ച് സമാധാനം വേണം. എനിക്ക് നല്ലതായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. ഓ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക, അന്നേരം വിശപ്പങ്ങ് മാറും. അത് തന്നെ, നല്ലോണം ഒന്ന് പ്രാർത്ഥിച്ചു, ഉറച്ച് പ്രാർത്ഥിച്ചാൽ മതി. നീ പറഞ്ഞ കാര്യം പിന്നെ ആലോചിച്ചപ്പോഴാണ് ശരിയാന്ന് തോന്നിയത്. ചികിത്സക്ക് എന്തെങ്കിലും ഉണ്ടാക്ക്. നീ ആ പുസ്തകം എന്നിട്ട് പോകും. എന്തോ മീനും ഇറച്ചിയൊന്നും വേണ്ട കേട്ടോ, പച്ചക്കറി വല്ലതും കറി വെച്ചാൽ മതി. സാമ്പാറോ അവിയലോ തോരനോ എന്തെങ്കിലുമൊക്കെ. പപ്പടം ഉണ്ട്, അതും കാച്ചി. പപ്പടോ? ഇച്ചിരി ചമ്മന്തി അരച്ചോ. ചമ്മന്തിയോ? ഓ, പണി തന്നാന്നാ തോന്നുന്നു. അമ്മയും മോനോട് ഇതെന്തോ ഭാവിച്ചോണ്ടാ ദൈവമേ. ഷോ, ഇപ്പം വെളുക്കാൻ തേച്ചത് പാണ്ടായോ? എങ്ങനുണ്ട് ഇപ്പം? പണി കൊള്ളാമല്ലോ.